നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. അതായത് ഈ സീസണിന് ശേഷം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും താൻ പടിയിറങ്ങും എന്നാണ് ചാവി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെക്കുന്നത്. മാധ്യമങ്ങളുടെയും ആരാധകരുടെയും വിമർശനങ്ങൾ വലിയ രൂപത്തിൽ അദ്ദേഹത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസണിന് ശേഷം പരിശീലക കരിയറിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാനാണ് ചാവിയുടെ പദ്ധതികൾ. അതിനുശേഷമായിരിക്കും അദ്ദേഹം പിന്നീട് മടങ്ങിയെത്തുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എൽ ചിരിങ്കിറ്റോ TV പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി ഇതിനോടകം തന്നെ ചാവിയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത സീസണിലേക്ക് അഥവാ 2025 അദ്ദേഹത്തെ പരിശീലകനായി കൊണ്ടുവരാനാണ് ഇന്റർ മയാമി ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. എന്നാൽ മയാമിയുടെ ഈ ഒരു താല്പര്യത്തോട് അദ്ദേഹം പ്രതികരിച്ചിട്ടൊന്നുമില്ല. മറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഓഫറുകൾ വരുമ്പോൾ അത് അപ്പോൾ ഭാവിയിൽ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു നിലപാടിലാണ് ചാവി ഉള്ളത്. അതായത് എവിടേക്ക് പോകണം എന്നുള്ളത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ചാവി തീരുമാനിക്കുക. ഇന്റർ മയാമിയിലേക്ക് ചാവി എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ലയണൽ മെസ്സിക്ക് പുറമെ ചാവിക്കൊപ്പം കളിച്ച നിരവധി ഇതിഹാസങ്ങൾ ഇപ്പോൾ ഇന്റർ മയാമിയുടെ ഭാഗമാണ്. അത് ചാവിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. അതേസമയം ഈ സീസണിൽ ഇന്റർ മയാമിക്ക് ഇതുവരെ മികവിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ സീസണിൽ കിരീടങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടമായിരിക്കും. അതിനുശേഷമായിരിക്കും ചാവിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്റർ മയാമി കൂടുതൽ ഊർജിതമാക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.